ശാന്തി 23/2/25 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 17/2/2004 മധുബൻ. സർവർക്കും സഹയോഗം നൽകൂ, സഹയോഗി ആക്കൂ. സദാ അഖണ്ഡമായി കലവറ പ്രവർത്തിച്ചുകൊണ്ടിരിക്കട്ടെ. ഇന്ന് ബാബ്ദാദ സ്വയം തൻ്റെയും ഒപ്പം കുട്ടികളുടെയും വജ്രതുല്യമായ ജന്മദിനമായ ശിവജയന്തി ആഘോഷിക്കുവാൻ വന്നിരിക്കുന്നു. നിങ്ങളെല്ലാ കുട്ടികളും തൻ്റെ പാരലൗകികവും അലൗകികവുമായ പിതാവിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുവാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ബാബ പിന്നെ താങ്കളുടേത് ആഘോഷിക്കുവാൻ വന്നിരിക്കുന്നു. ബാബ കുട്ടികളുടെ ഭാഗ്യത്തെ കണ്ട് ഹർഷിതമാകുന്നു. ആഹാ, എൻ്റെ ശ്രേഷ്ഠ ഭാഗ്യവാന്മാരായ കുട്ടികളെ, ആഹാ! അവർ വിശ്വത്തിൻ്റെ അന്ധകാരം ഇല്ലാതാക്കുന്നതിനായി ബാബയോടൊപ്പം അവതരിച്ചവരാണ്. മുഴുവൻ കൽപ്പത്തിലും ഇങ്ങനെയുള്ള ബർത്ത്ഡേ ആർക്കും തന്നെ ഉണ്ടാവുക സാധ്യമല്ല. അത് കുട്ടികളായ നിങ്ങൾ പരമാത്മാവാകുന്ന ബാബയോടൊപ്പം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു. ഈ അലൗകികവും അതിവേറിട്ടതും അതിപ്രിയപ്പെട്ടതുമായ ജന്മദിനം ഭക്ത ആത്മാക്കളും ആഘോഷിക്കുന്നു. എന്നാൽ കുട്ടികളായ നിങ്ങൾ കൂടിക്കാഴ്ച ആഘോഷിക്കുന്നു. ഭക്ത ആത്മാക്കൾ കേവലം മഹിമ പാടിക്കൊണ്ടിരിക്കുന്നു. മഹിമയും പാടുന്നു, വിളിക്കുകയും ചെയ്യുന്നു. ബാബ്ദാദ ഭക്തരുടെ മഹിമയും വിളിയും കേട്ട് അവർക്കും നമ്പർ അനുസരിച്ച് ഭാവനയ്ക്കുള്ള ഫലം നൽകുക തന്നെ ചെയ്യുന്നു. എന്നാൽ ഭക്തരും കുട്ടികളും രണ്ടുപേരും തമ്മിൽ മഹത്തായ അന്തരമുണ്ട്. താങ്കൾ ചെയ്ത ശ്രേഷ്ഠ കർമ്മത്തിൻ്റെയും ശ്രേഷ്ഠ ഭാഗ്യത്തിൻ്റെയും സ്മാരകം വളരെ നന്നായി ആഘോഷിക്കുന്നു. അതിനാൽ ബാബ്ദാദ ഭക്തരുടെ ഭക്തിയുടെ ലീല കണ്ട് അവർക്കും ആശംസകൾ നൽകുന്നു. കാരണം സ്മാരകം എല്ലാവരും നല്ല രീതിയിൽ കോപ്പി ചെയ്തിരിക്കുകയാണ്. അവരും ഇതേ ദിവസം വ്രതം വയ്ക്കുന്നു. അവർ വ്രതം വയ്ക്കുന്നത് അല്പസമയത്തേക്കാണ്. അല്പകാലത്തെ ആഹാരപാനീയങ്ങൾക്കും ശുദ്ധിക്കും വേണ്ടി. താങ്കൾ സമ്പൂർണ്ണ പവിത്രതയുടെ വ്രതം എടുക്കുന്നു. അതിൽ ആഹാരം, വ്യവഹാരം, വാക്ക്, കർമ്മം മുഴുവൻ ജന്മത്തിലേക്ക് വേണ്ടി വ്രതമെടുക്കുന്നു. സംഗമത്തിലെ ജീവിതത്തിൽ ജീവിക്കേണ്ടത് വരെയും മനസ്സിലും വാക്കിലും കർമ്മത്തിലും പവിത്രം ആവുക തന്നെ വേണം. ആയാൽ മാത്രം പോരാ, എന്നാൽ ആക്കുകയും വേണം. അപ്പോൾ നോക്കൂ, ഭക്തരുടെ ബുദ്ധിയും കുറവല്ല, നിസ്സാരമല്ല. സ്മാരകത്തിൻ്റെ കോപ്പി വളരെ നന്നായി ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും വ്യർത്ഥം സമർപ്പണം ചെയ്ത് സമർത്ഥമായി, അതായത് തൻ്റെ അപവിത്ര ജീവിതത്തെ സമർപ്പണം ചെയ്തു. താങ്കളുടെ സമർപ്പണത്തിൻ്റെ സ്മാരകമായി അവർ ബലിയർപ്പിക്കുന്നു. എന്നാൽ സ്വയം തന്നെ ബലിയർപ്പിക്കുന്നില്ല, ആടിനെ ബലിയർപ്പിക്കുന്നു. നോക്കൂ, എത്ര നന്നായി കോപ്പി ചെയ്തിരിക്കുകയാണ്. ആടിനെ എന്തുകൊണ്ട് ബലിയർപ്പിക്കുന്നു? ഇതും വളരെ സുന്ദരമായി കോപ്പി ചെയ്തിരിക്കുന്നതാണ്. ആട് എന്താണ് ചെയ്യുന്നത്? മേ 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 എന്ന് ചെയ്യുന്നുവല്ലോ. താങ്കൾ എന്താണ് സമർപ്പണം ചെയ്തത്? മേ മേ മേ, ഞാൻ ഞാൻ ഞാൻ. ദേഹബോധത്തിൻ്റെ ഞാനെന്ന ഭാവം. കാരണം ഈ ഞാനെന്ന ഭാവത്തിൽ തന്നെയാണ് ദേഹബോധം വരുന്നത്. ആ ദേഹാഭിമാനം എല്ലാ വികാരങ്ങളുടെയും ബീജമാണ്. ബാബ്ദാദ മുൻപും കേൾപ്പിച്ചിട്ടുണ്ട്, സർവസമർപ്പിതം ആകുന്നതിൽ ഈ ദേഹബോധത്തിൻ്റെ ഞാനെന്ന ഭാവം തന്നെയാണ് തടസ്സം ഇടുന്നത്. കോമണായ ഞാനെന്ന ഭാവം, ഞാൻ ദേഹമാണ്, അല്ലെങ്കിൽ ദേഹത്തിൻ്റെ സംബന്ധവുമായി ബന്ധപ്പെട്ട ഞാനെന്ന ഭാവം, ദേഹത്തിൻ്റെ പദാർത്ഥങ്ങളുടെ സമർപ്പണം, ഇത് സഹജമാണ്. ഇത് ചെയ്തു കഴിഞ്ഞുവല്ലോ, അതോ ഇല്ലേ?
ഇതും നടന്നിട്ടില്ലേ? എത്രത്തോളം മുന്നോട്ട് പോകുന്നുവോ അത്രയും ഞാനെന്ന ഭാവവും അതിസൂക്ഷ്മവും മഹീനവുമായിക്കൊണ്ടിരിക്കുന്നു. ഈ സ്ഥൂലമായ ഞാനെന്ന ഭാവം ഇല്ലാതാകുന്നത് സഹജമാണ്. എന്നാൽ സൂക്ഷ്മമായ ഞാനെന്ന ഭാവം, അതായത് പരമാത്മാ ജന്മസിദ്ധ അധികാരത്തിലൂടെ പ്രാപ്തമാകുന്ന വിശേഷതകൾ, ബുദ്ധിയുടെ വരദാനം, ജ്ഞാനസ്വരൂപം ആകുന്നതിൻ്റെ വരദാനം, സേവനത്തിൻ്റെ വരദാനവും വിശേഷതകളും, അല്ലെങ്കിൽ പ്രഭുവിൻ്റെ ദാനം എന്ന് പറയാം. അഥവാ അതിൻ്റെ ഞാനെന്ന ഭാവം വന്നുവെങ്കിൽ ഇതിനെയാണ് മഹീനമായ ഞാനെന്ന ഭാവം എന്ന് പറയുന്നത്. ഞാൻ എന്തു ചെയ്യുന്നുവോ, ഞാൻ എന്തു പറയുന്നുവോ അത് തന്നെയാണ് ശരി, അത് തന്നെയാണ് നടക്കേണ്ടത്. ഈ റോയൽ ഞാനെന്ന ഭാവം പറക്കുന്ന കലയിലേക്ക് പോകുന്നതിന് ഭാരമായി മാറുന്നു. അപ്പോൾ ബാബ പറയുന്നു, ഈ ഞാനെന്ന ഭാവത്തെയും സമർപ്പണം ചെയ്യണം. പ്രഭു നൽകിയതിൽ ഞാനെന്ന ഭാവവുമില്ല, ഞാനുമില്ല, എൻ്റേതുമില്ല. പ്രഭുവിൻ്റെ ദാനമാണ്, പ്രഭുവിൻ്റെ വരദാനമാണ്, പ്രഭുവിൻ്റെ വിശേഷതയാണ്. അപ്പോൾ നിങ്ങൾ ഏവരുടെയും സമർപ്പണം എത്ര മഹീനമാണ്. അപ്പോൾ ചെക്ക് ചെയ്തുവോ? സാധാരണമായ ഞാനെന്ന ഭാവവും റോയലായ ഞാനെന്ന ഭാവവും രണ്ടിൻ്റെയും സമർപ്പണം ചെയ്തുവോ അതോ ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ചെയ്യേണ്ടി തന്നെ വരും. നിങ്ങൾ പരസ്പരം തമാശയായി പറയാറുണ്ടല്ലോ, മരിക്കേണ്ടി തന്നെ വരുമെന്ന്. എന്നാൽ ഈ മരിക്കുന്നത് ഭഗവാന്റെ മടിത്തട്ടിൽ ജീവിക്കലാണ്. ഈ മരിക്കുന്നത് മരിക്കലല്ല, 21 ജന്മം ദേവാത്മാക്കളുടെ മടിത്തട്ടിൽ ജന്മമെടുക്കലാണ്. അതിനാൽ സന്തോഷത്തോടെയാണല്ലോ സമർപ്പിതമാകുന്നത്, നിലവിളിച്ചുകൊണ്ടല്ലല്ലോ ഉണ്ടാകുന്നത്. അല്ല, ഭക്തിയിലും നിലവിളിക്കുന്ന ബലി സ്വീകരിക്കപ്പെടുന്നില്ല. അപ്പോൾ ആരാണോ സന്തോഷത്തോടെ സമർപ്പിതമാകുന്നത്, പരിധിയുള്ള ഞാൻ എന്നതിലും എൻ്റേത് എന്നതിലും അവർ ജന്മജന്മങ്ങളിൽ സമ്പത്തിൻ്റെ അധികാരിയായി മാറുന്നു. അപ്പോൾ ചെക്ക് ചെയ്യണം. ഏതെങ്കിലും വ്യർത്ഥ സങ്കല്പത്തെയോ വ്യർത്ഥ വാക്കിനെയോ വ്യർത്ഥ പെരുമാറ്റത്തെയോ പരിവർത്തനപ്പെടുത്തുന്നതിൽ സന്തോഷത്തോടെയാണോ പരിവർത്തനപ്പെടുത്തുന്നത്, അതോ നിർബന്ധിതമായാണോ? സ്നേഹത്തിലൂടെയാണോ പരിവർത്തനം ഉണ്ടാകുന്നത്, അതോ പ്രയത്നത്തിലൂടെയാണോ പരിവർത്തനം ഉണ്ടാകുന്നത്? വിശ്വപരിവർത്തനം ചെയ്യുന്നവരാണ് വിശ്വപരിവർത്തകരാണ് എന്നത് നിങ്ങളെല്ലാ കുട്ടികളും ജന്മമെടുക്കുമ്പോൾ തന്നെ തൻ്റെ ജീവിതത്തിൻ്റെ ഓക്കുപ്പേഷൻ ആക്കിയിരിക്കുകയാണ്. ഇതാണല്ലോ നിങ്ങൾ ഏവരുടെയും ബ്രാഹ്മണ ജന്മത്തിൻ്റെ ഓക്കുപ്പേഷൻ. ഉറപ്പാണെങ്കിൽ കൈവീശു. കൊടി വീശിക്കൊണ്ടിരിക്കുന്നു, വളരെ നല്ലത്. എല്ലാവരുടെയും കൈകളിൽ ശിവബാബയുടെ കൊടികളുണ്ട്, അത് എല്ലാവരും വീശിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് കൊടികളുടെ ദിവസമാണല്ലോ, വളരെ നല്ലത്. എന്നാൽ ഇങ്ങനെ കൊടി വീശിയാൽ പോരാ. ഇങ്ങനെയുള്ള കൊടി വീശുന്നത് വളരെ സഹജമാണ്. മനസ്സിനെ വീശണം, മനസ്സിനെ പരിവർത്തനപ്പെടുത്തണം. ധൈര്യമുള്ളവരാണല്ലോ. ധൈര്യമുണ്ടോ? വളരെയധികം ധൈര്യമുണ്ട്. ശരി. ബാപ്ദാദ ഒരു സന്തോഷ വാർത്തയുടെ കാര്യം കണ്ടു. ഏതാണ് അറിയാമോ? ബാപ്ദാദ ഈ വർഷത്തേക്ക് വേണ്ടി വിശേഷ ഗിഫ്റ്റ് നൽകിയിരുന്നു. ഈ വർഷം അഥവാ അല്പമെങ്കിലും ധൈര്യം വയ്ക്കുകയാണെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ, സ്വപരിവർത്തനത്തിലായാലും ഏതെങ്കിലും കാര്യത്തിലായാലും വിശ്വസേവനത്തിലായാലും അഥവാ ധൈര്യത്തോടെ ചെയ്തുവെങ്കിൽ ഈ വർഷത്തിന് എക്സ്ട്രാ സഹായം ലഭിക്കുന്നതിൻ്റെ വരദാനം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ബാപ്ദാദ സന്തോഷ വാർത്തയുടെ ദൃശ്യം എന്താണ് കണ്ടത്? ഇത്തവണത്തെ ശിവജയന്തിയുടെ സേവനത്തിൽ 4 ഭാഗത്തും വളരെയധികം നല്ല രീതിയിൽ ധൈര്യത്തോടെയും ഉന്മേഷത്തോടെയും ഉത്സാഹത്തോടെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൈയടിച്ചു.
ശരി, കൈയടിച്ചുകൊള്ളൂ. സദാ ഇങ്ങനെ കൈയടിക്കുമോ അതോ ശിവരാത്രിക്കോ? സദാ കൈയടിച്ചു കൊണ്ടിരിക്കണം. ശരി. 4 ഭാഗത്തു നിന്നും മധുബനിലേക്ക് സമാചാരം എഴുതുന്നു. ബാബ്ദാദ വചനത്തിൽ തന്നെ കാണുന്നു. നല്ല ഉന്മേഷമുണ്ട്, നല്ല പ്ലാനും ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതേപോലെ തന്നെ സേവനത്തിൽ ഉന്മേഷവും ഉത്സാഹവും, വിശ്വത്തിലെ ആത്മാക്കളിൽ ഉന്മേഷവും ഉത്സാഹവും വർദ്ധിപ്പിക്കും. നോക്കൂ, നിമിത്തമായ ദാദിയുടെ പേന അത്ഭുതം ചെയ്തുവല്ലോ. നല്ല റിസൾട്ടാണ്. അതിനാൽ ബാബ്ദാദ ഇപ്പോൾ ഓരോരോ സെൻറ്ററിൻ്റെയും പേര് സൂചിപ്പിക്കുന്നില്ല. എന്നാൽ വിശേഷിച്ച് എല്ലാ ഭാഗത്തുമുള്ള സേവനത്തിൻ്റെ റിസൾട്ടിൻ്റെ ബാബ്ദാദ ഓരോ സേവാധാരികളായ കുട്ടികളുടെ വിശേഷതയും നാമവും സൂചിപ്പിച്ചുകൊണ്ട് കോടി മടങ്ങ് ആശംസകൾ നൽകുകയാണ്. കണ്ടുകൊണ്ടും ഇരിക്കുകയാണ്. കുട്ടികൾ അവരവരുടെ സ്ഥാനങ്ങളിൽ കണ്ടുകൊണ്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നു. വിദേശത്തിലും സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങളെല്ലാവരും അതേ വിശ്വത്തിലെ ആത്മാക്കളുടെ ഇഷ്ടദേവിയും ദേവതമാരുമാണല്ലോ. ബാബ്ദാദ എപ്പോഴാണോ കുട്ടികളുടെ സഭയെ നോക്കുന്നത്, അപ്പോൾ 3 രൂപങ്ങളിലൂടെ നോക്കുന്നു. 1. വർത്തമാന സ്വരാജ്യ അധികാരി. ഇപ്പോഴും രാജാവാണ്. ലൗകികത്തിലും പിതാവ് കുട്ടികളെ എൻ്റെ രാജപുത്രന്മാർ, രാജപുത്രൻ എന്ന് പറയുന്നു. ദരിദ്രൻ ആയാൽ പോലും രാജപുത്രൻ എന്ന് പറയുന്നു. എന്നാൽ ബാബ വർത്തമാന സംഗമത്തിലും ഓരോ കുട്ടിയെയും സ്വരാജ്യ അധികാരിയായ രാജാവായ കുട്ടിയായി നോക്കുന്നു. രാജാക്കന്മാരാണല്ലോ സ്വരാജ്യ അധികാരിയാണ്. അപ്പോൾ വർത്തമാനത്തിലെ സ്വരാജ്യ അധികാരി. 2. ഭാവിയിൽ വിശ്വരാജ്യ അധികാരി. 3. ദ്വാപരം മുതൽ കലിയുഗ അന്ത്യം വരെ പൂജ്യർ, പൂജയ്ക്ക് അധികാരികളായവർ. ഈ 3 രൂപങ്ങളിൽ ഓരോ കുട്ടിയെയും ബാബ്ദാദ നോക്കുന്നു. സാധാരണമായല്ല നോക്കുന്നത്. താങ്കൾ എങ്ങനെയും ആയിക്കൊള്ളട്ടെ. എന്നാൽ ബാബ്ദാദ ഓരോ കുട്ടിയെയും സ്വരാജ്യ അധികാരിയായ രാജാവായ കുട്ടിയായി നോക്കുന്നു. രാജയോഗിയാണല്ലോ. ഇതിൽ ആരെങ്കിലും പ്രജായോഗികളുണ്ടോ? പ്രജായോഗി ഉണ്ടോ? ഇല്ല. എല്ലാവരും രാജയോഗിയാണ്. അപ്പോൾ രാജയോഗി എന്നാൽ രാജാവ്. ഇങ്ങനെയുള്ള സ്വരാജ്യ അധികാരികളായ കുട്ടികളുടെ ബർത്ത്ഡേ ആഘോഷിക്കുവാൻ സ്വയം ബാബ വന്നിരിക്കുകയാണ്. നോക്കൂ, താങ്കൾ ഡബിൾ വിദേശികൾ വിദേശത്തു നിന്നും വന്നിരിക്കുകയാണ് ബർത്ത്ഡേ ആഘോഷിക്കുവാൻ. ഡബിൾ വിദേശികൾ കൈ ഉയർത്തു. ഏറ്റവും കൂടുതൽ ദൂരദേശം ഏതാണ്? അമേരിക്കയാണോ അതോ അതിനേക്കാളും ദൂരെയുള്ളതുണ്ടോ? ബാബ്ദാദ എവിടെ നിന്നും വന്നിരിക്കുകയാണ്? ബാബ്ദാദയാണെങ്കിൽ പരംധാമത്തിൽ നിന്നും വന്നിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളോട് സ്നേഹമുണ്ടല്ലോ. ഭഗവാന് പോലും വരേണ്ടി വരും വിധം ജന്മദിനം എത്ര ശ്രേഷ്ഠമാണ്. എല്ലാ ഭാഷകളിലും ഉണ്ടാക്കിയ ബർത്ത്ഡേയുടെ ഒരു ബാനർ കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് നന്നായി ഉണ്ടാക്കിയിരിക്കുകയാണ്. എല്ലാ ഭാഷകളിലും എഴുതിയിട്ടുണ്ട്. ബാബ്ദാദ എല്ലാ ദേശത്തുമുള്ള എല്ലാ ഭാഷയിലുമുള്ള കുട്ടികൾക്ക് ബർത്ത്ഡേയുടെ ആശംസകൾ നൽകുന്നു. നോക്കൂ, ബാബയുടെ ശിവജയന്തി ആഘോഷിക്കുന്നു. എന്നാൽ ബാബ എന്താണ്? ബിന്ദു. ബിന്ദുവിൻ്റെ ജയന്തിയും അവതരണവും ആഘോഷിക്കുകയാണ്. ഏറ്റവും വജ്രതുല്യമായ ജയന്തി ആരുടേതാണ്? ബിന്ദുവിൻ്റേത്. ബിന്ദുവിന് എത്ര മഹിമയാണുള്ളത്. അതിനാൽ ബാബ്ദാദ സദാ പറയുന്നു, 3 ബിന്ദു സദാ ഓർമ്മ വയ്ക്കൂ. 8 എന്ന നമ്പർ, 7 എന്ന നമ്പർ ഏതായാലും സങ്കീർണതയോടെയാണ് എഴുതേണ്ടത്. എന്നാൽ ബിന്ദു എത്ര ഈസിയാണ്. 3 ബിന്ദു സദാ ഓർമ്മ വയ്ക്കൂ. 3ഉം നല്ല രീതിയിൽ അറിയുന്നുണ്ടല്ലോ. താങ്കളും ബിന്ദു, ബാബയും ബിന്ദു.
ബിന്ദുവിൻ്റെ കുട്ടികൾ ബിന്ദുവാണ്. കർമ്മത്തിൽ എപ്പോഴാണോ വരുന്നത് അപ്പോൾ ഈ സൃഷ്ടിയുടെ അരങ്ങിൽ കർമ്മം ചെയ്യുന്നതിന് വേണ്ടി വന്നിരിക്കുകയാണ്. ഈ സൃഷ്ടിയുടെ അരങ്ങ് ഡ്രാമയാണ്. അപ്പോൾ ഡ്രാമയിൽ ഏതെല്ലാം കർമ്മം ചെയ്തുവോ കഴിഞ്ഞു പോയോ അതിന് ഫുൾ സ്റ്റോപ്പ് ഇടൂ. അപ്പോൾ ഫുൾ സ്റ്റോപ്പും എന്താണ്? ബിന്ദു. അതിനാൽ 3 ബിന്ദു സദാ ഓർമ്മ വയ്ക്കൂ. മുഴുവൻ അതിശയവും നോക്കൂ. ഇക്കാലത്ത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഹത്വം എന്തിനാണുള്ളത്? പൈസയ്ക്ക്. പൈസയ്ക്ക് മഹത്വമുണ്ടല്ലോ. മാതാപിതാക്കൾ പോലും ഒന്നുമല്ല, പൈസ തന്നെയാണ് സർവ്വതും. അതിലും നോക്കൂ. അഥവാ ഒന്നിൻ്റെ മുമ്പിൽ ഒരു ബിന്ദു ഇടൂ. അപ്പോൾ എന്താകും? 10 ആകുമല്ലോ. രണ്ടാമത്തെ ബിന്ദു ഇടൂ, 100 ആകും. മൂന്നാമത്തേതിടൂ, 1000 ആകും. അപ്പോൾ ബിന്ദുവിൻ്റേത് അതിശയമാണല്ലോ. പൈസയിലും ബിന്ദുവിൻ്റെ അതിശയമാണ്. ശ്രേഷ്ഠ ആത്മാവാകുന്നതിലും ബിന്ദുവിൻ്റെ അതിശയമാണ്. ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും ബിന്ദുവാണ്. അപ്പോൾ എല്ലാ ഭാഗത്തും എന്തിൻ്റെ മഹത്വമാണുണ്ടായത്? ബിന്ദുവിൻ്റേതാണല്ലോ. ബിന്ദുവിനെ ഓർമ്മ വയ്ക്കൂ. വിസ്താരത്തിൽ പോകാതിരിക്കൂ. ബിന്ദുവിനെ ഓർമ്മിക്കാൻ സാധിക്കും. ബിന്ദുവാകൂ, ബിന്ദുവിനെ ഓർമ്മിക്കൂ, ബിന്ദു വിടൂ. ഇത്രമാത്രം. ഇതാണ് പുരുഷാർത്ഥം. പ്രയത്നമുണ്ടോ? അതോ സഹജമാണോ? ആരാണോ സഹജമാണ് എന്ന് വിചാരിക്കുന്നത് അവർ കൈ ഉയർത്തൂ. സഹജമാണെങ്കിൽ ബിന്ദു ഇടേണ്ടി വരും. ഏതെങ്കിലും സമസ്യ വരുമ്പോൾ ബിന്ദു ഇടാറുണ്ടോ? അതോ ക്വസ്റ്റ്യൻ മാർക്കോ? ക്വസ്റ്റ്യൻ മാർക്ക് ഇടരുത്, ബിന്ദു ഇടണം. ക്വസ്റ്റ്യൻ മാർക്ക് എത്ര വളഞ്ഞതാണ് നോക്കൂ. ക്വസ്റ്റ്യൻ മാർക്ക് എഴുതൂ. എത്ര വളഞ്ഞതാണ്. ബിന്ദു എത്ര സഹജമാണ്. അപ്പോൾ ബിന്ദു ആകാൻ അറിയാമോ? അറിയാമോ? എല്ലാവരും സമർത്ഥരാണ്. ബാബ്ദാദ വിശേഷിച്ച് സേവനങ്ങളിലുള്ള ഉന്മേഷത്തിനും ഉത്സാഹത്തിനും ആശംസകൾ നൽകി. വളരെ നന്നായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. എന്നാൽ ഭാവിയിലേക്കും ഓരോ സമയവും ഓരോ ദിവസവും വേൾഡ് സെർവൻ്റാണ് എന്നത് ഓർമ്മ വയ്ക്കണം. താങ്കൾക്ക് ഓർമ്മയുണ്ട്, ബ്രഹ്മബാബ എന്താണ് സൈൻ ചെയ്തിരുന്നത്? വേൾഡ് സെർവൻറ്റ്. അപ്പോൾ വേൾഡ് സെർവൻ്റാണ്. കേവലം ശിവരാത്രിയുടെ സേവനത്തിലൂടെ വേൾഡിൻ്റെ സേവനം സമാപ്തമാവുകയില്ല. ഞാൻ വേൾഡ് സെർവൻ്റാണ് എന്ന ലക്ഷ്യം വയ്ക്കൂ. അപ്പോൾ വേൾഡിൻ്റെ സേവനം ഓരോ ശ്വാസത്തിലും ഓരോ സെക്കൻഡിലും ചെയ്യണം. ആര് വന്നാലും ആരുമായും സമ്പർക്കമുണ്ടായാലും അവർക്ക് ദാതാവായി എന്തെങ്കിലുമൊക്കെ നൽകുക തന്നെ വേണം. ഒഴിഞ്ഞ കൈയോടെ ആരും പോകരുത്. അഖണ്ഡമായ കലവറ ഓരോ സമയത്തും തുറന്നിരിക്കട്ടെ. ഏറ്റവും കുറഞ്ഞത് ഓരോരുത്തരെ പ്രതി ശുഭഭാവവും ശുഭഭാവനയും ഇത് തീർച്ചയായും നൽകൂ. ശുഭഭാവത്തോടെ നോക്കൂ, കേൾക്കൂ, സംബന്ധത്തിൽ വരൂ. ശുഭഭാവനയോടെ ആ ആത്മാവിന് സഹയോഗം നൽകൂ. ഇപ്പോൾ സർവ ആത്മാക്കൾക്കും താങ്കളുടെ സഹയോഗത്തിൻ്റെ വളരെ വളരെയധികം ആവശ്യകതയുണ്ട്. അപ്പോൾ സഹയോഗം നൽകൂ, സഹയോഗിയാക്കി മാറ്റൂ. ഏതെങ്കിലുമൊക്കെ സഹയോഗം, മനസ്സ ആയാലും വാക്കുകൊണ്ടായാലും ഏതെങ്കിലും സഹയോഗം നൽകൂ. സംബന്ധ സമ്പർക്കത്തിലൂടെ ആയാലും സഹയോഗം നൽകൂ. അപ്പോൾ ഈ ശിവരാത്രി ജന്മോത്സവത്തിൻ്റെ വിശേഷ സ്ലോഗൻ ഓർമ്മ വയ്ക്കൂ. സഹയോഗം നൽകൂ, സഹയോഗിയാക്കി മാറ്റൂ. ഏറ്റവും കുറഞ്ഞത് ആര് സംബന്ധ സമ്പർക്കത്തിൽ വന്നാലും അവർക്ക് സഹയോഗം നൽകൂ, സഹയോഗിയാക്കി മാറ്റൂ. ആരെങ്കിലുമൊക്കെ സംബന്ധത്തിൽ വരിക തന്നെ ചെയ്യുന്നു. അവരുടെ മറ്റേതെങ്കിലും സൽക്കാരം ചെയ്തില്ലെങ്കിലും ഓരോരുത്തരെയും ദിൽഖുഷ് മിഠായി തീർച്ചയായും കഴിപ്പിക്കൂ. ഇവിടെ കിച്ചണിൽ തയ്യാറാക്കുന്ന ആ ഒന്നല്ല,
ഹൃദയത്തെ സന്തോഷിപ്പിക്കൂ. ഹൃദയത്തെ സന്തോഷിപ്പിക്കുക എന്നാൽ ദിൽഖുഷ് മിഠായി കഴിപ്പിക്കണം. കഴിപ്പിക്കുമോ? അതിൽ ഒരു പ്രയത്നവുമില്ല. എക്സ്ട്രാ ടൈം കൊടുക്കേണ്ടതില്ല, പ്രയത്നവുമില്ല. ശുഭഭാവനയോടെ ദിൽഖുഷ് മിഠായി കഴിപ്പിക്കൂ. താങ്കളും സന്തുഷ്ടം, അവരും സന്തുഷ്ടം. പിന്നെന്തു വേണം? അപ്പോൾ സന്തോഷമായിരിക്കും, സന്തോഷം നൽകും. ഒരിക്കലും നിങ്ങൾ ഏവരുടെയും മുഖം കൂടുതൽ ഗൗരവം ഉള്ളതാകാൻ പാടില്ല. ടൂ മച്ച് ഗൗരവവും നല്ലതായി തോന്നുന്നില്ല. പുഞ്ചിരി ഉണ്ടായിരിക്കേണ്ടതാണല്ലോ. ഗൗരവം ഉള്ളവരാകുന്നത് നല്ലതാണ്. എന്നാൽ ടൂ മച്ച്, അമിതമായി ഗൗരവം ഉള്ളവരാവുകയാണെങ്കിൽ അവർ എവിടെയോ അപ്രത്യക്ഷമായിരിക്കുകയാണ്, അറിയില്ല എന്ന പോലെയാണ്. നോക്കിക്കൊണ്ടുമിരിക്കുന്നു, എന്നാൽ അപ്രത്യക്ഷം. സംസാരിച്ചു കൊണ്ടുമിരിക്കുന്നു, എന്നാൽ അപ്രത്യക്ഷ രൂപത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മുഖം നല്ലതല്ല. മുഖം സദാ പുഞ്ചിരിക്കുന്നതായിരിക്കട്ടെ. മുഖം സീരിയസ് ആക്കരുത്. എന്തു ചെയ്യട്ടെ, എങ്ങനെ ചെയ്യട്ടെ എന്നാണെങ്കിൽ സീരിയസ് ആയി പോകുന്നു. വളരെയധികം പ്രയത്നമുണ്ട്, ധാരാളം കാര്യങ്ങളുണ്ട്, ഇങ്ങനെ സീരിയസ് ആകുന്നു. എന്നാൽ എത്രത്തോളം ധാരാളം കാര്യങ്ങളുണ്ടോ അത്രയും കൂടുതൽ പുഞ്ചിരിക്കണം. പുഞ്ചിരിക്കുവാൻ അറിയാമോ? താങ്കളുടെ ജഡചിത്രം നോക്കൂ. എപ്പോഴെങ്കിലും ഇങ്ങനെ സീരിയസ് ആയി കാണിക്കാറുണ്ടോ? അഥവാ സീരിയസ് ആയി കാണിക്കുകയാണെങ്കിൽ പറയും ആർട്ടിസ്റ്റ് ശരിയല്ല എന്ന്. അപ്പോൾ അഥവാ താങ്കളും സീരിയസ് ആയി ഇരിക്കുകയാണെങ്കിൽ ജീവിക്കാനുള്ള കല അറിയില്ല എന്ന് പറയും. അതിനാൽ എന്തു ചെയ്യും? ടീച്ചേഴ്സ് എന്തു ചെയ്യും? ശരി, ധാരാളം ടീച്ചേഴ്സ് ഉണ്ട്. ടീച്ചേഴ്സിന് ആശംസകൾ, സേവനത്തിൻ്റെ ആശംസകൾ. ശരി. ഒരു സെക്കൻഡിൽ തൻ്റെ പൂർവിക സ്വരൂപവും പൂജ്യ സ്വരൂപവും എമർജ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അതേ ദേവിയുടെയും ദേവതമാരുടെയും സ്വരൂപത്തിൻ്റെ സ്മൃതിയിൽ സ്വയം തന്നെ കാണുവാൻ സാധിക്കുന്നുണ്ടോ? ഏതെങ്കിലും ദേവി അല്ലെങ്കിൽ ദേവൻ. ഞാൻ പൂർവികനാണ്, സംഗമയുഗത്തിൽ പൂർവികനാണ്, ദ്വാപരം മുതൽ പൂജ്യനാണ്, സത്യത്രേതായുഗത്തിൽ രാജ്യാധികാരിയാണ്. അപ്പോൾ ഒരു സെക്കൻഡിൽ എല്ലാവരും മറ്റ് സങ്കല്പങ്ങൾ സമാപ്തമാക്കി തൻ്റെ പൂർവിക സ്വരൂപത്തിലും പൂജ്യ സ്വരൂപത്തിലും സ്ഥിതി ചെയ്യൂ. ശരി. 4 ഭാഗത്തുമുള്ള അലൗകിക ദിവ്യ അവതരണമുള്ള കുട്ടികൾക്ക് ബാബയുടെ ജന്മദിനത്തിൻ്റെയും കുട്ടികളുടെ ജന്മദിനത്തിൻ്റെയും ആശീർവാദങ്ങളും സ്നേഹസ്മരണകളും. ദിലാരാമനായ ബാബയുടെ ഹൃദയത്തിൽ റൈറ്റ് ഹാൻഡായ സേവാധാരി കുട്ടികൾ സദാ ലയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഹൃദയ സിംഹാസനസ്ഥരായ ശ്രേഷ്ഠ ആത്മാക്കൾക്ക് സദാ ബിന്ദുവിൻ്റെ മഹത്വത്തെ അറിയുന്ന ശ്രേഷ്ഠ ബിന്ദു സ്വരൂപമായ കുട്ടികൾക്ക് സദാ തൻ്റെ സ്വമാനത്തിൽ സ്ഥിതി ചെയ്ത് സർവർക്കും ആത്മീയ ബഹുമാനം നൽകുന്ന സ്വമാനധാരികളായ ആത്മാക്കൾക്ക് സദാ ദാതാവിൻ്റെ കുട്ടികളായ മാസ്റ്റർ ദാതാവായി ഓരോരുത്തർക്കും തൻ്റെ അഖണ്ഡ കലവറയിൽ നിന്നും എന്തെങ്കിലും ചിലത് നൽകുന്ന മാസ്റ്റർ ദാതാവായ കുട്ടികൾക്ക് ബാബ്ദാദയുടെ വളരെയധികം കോടി മടങ്ങ് കോഹിനൂർ രത്നത്തെക്കാളും കൂടുതൽ പ്രഭുവിൻ്റെ പ്രകാശമായ കുട്ടികൾക്ക് സ്നേഹസ്മരണകൾ. നമസ്തേ. വരദാനം. ഓരോ ശക്തിയെയും ഓർഡർ അനുസരിച്ച് നടത്തിക്കുന്ന മാസ്റ്റർ രചയിതാവായി ഭവിക്കട്ടെ. കർമ്മം ആരംഭിക്കുന്നതിന് മുമ്പേ എങ്ങനെയുള്ള കർമ്മമാണോ അങ്ങനെയുള്ള ശക്തിയെ ആഹ്വാനം ചെയ്യൂ. അധികാരിയായി ഓർഡർ ചെയ്യൂ. കാരണം ഈ സർവശക്തികളും താങ്കളുടെ ഭുജങ്ങൾക്ക് സമാനമാണ്. താങ്കളുടെ ഭുജങ്ങൾക്ക് താങ്കളുടെ ഓർഡറില്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല.
ഓർഡർ ചെയ്യൂ, സഹനശക്തി കാര്യം സഫലമാക്കൂ. എന്നിട്ട് നോക്കൂ, സഫലത ഉണ്ടായിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഓർഡർ ചെയ്യുന്നതിന് പകരം ഭയപ്പെടുന്നു. ചെയ്യാൻ സാധിക്കുമോ അതോ ചെയ്യാൻ സാധിക്കില്ലയോ? ഇപ്രകാരത്തിലുള്ള ഭയമുണ്ടെങ്കിൽ ഓർഡർ നടക്കുക സാധ്യമല്ല. അതിനാൽ മാസ്റ്റർ രചയിതാവായി ഓരോ ശക്തിയെയും ഓർഡർ അനുസരിച്ച് നടത്തിക്കുന്നതിനായി നിർഭയരാകൂ. സ്ലോഗൻ: ആശ്രയദാതാവായ ബാബയെ പ്രത്യക്ഷമാക്കി സർവരെയും തീരത്ത് എത്തിക്കൂ. അവ്യക്ത സൂചന: ഏകാന്തപ്രിയരാകൂ. ഏകതയും ഏകാഗ്രതയും സ്വായത്തമാക്കൂ. ഏതുപോലെ ഏതെങ്കിലും ഇൻവെൻഷൻ കണ്ടെത്തുന്നതിനായി ഏകാന്തതയിൽ ഇരിക്കുന്നു, അപ്പോൾ ഇവിടെയും ഏകാന്തത എന്നാൽ ഒന്നിൻ്റെ അനന്തതയിൽ മുഴുകുക എന്നാണ്. അപ്പോൾ പുറമേയുള്ള ആകർഷണത്തിൽ നിന്നും ഏകാന്തത ആവശ്യമാണ്. കേവലം മുറിയിലിരിക്കുന്നതിൻ്റെ ഏകാന്തത പോരാ, എന്നാൽ മനസ്സ് ഏകാന്തതയിൽ ആയിരിക്കണം. മനസ്സിൻ്റെ ഏകാഗ്രത എന്നാൽ ഒന്നിൻ്റെ ഓർമ്മയിലിരിക്കുക എന്നർത്ഥം. ഏകാഗ്രമാവുക, ഇതുതന്നെയാണ് ഏകാന്തത. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ഞാൻ ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുകയാണ്. ഈ ആത്മസ്ഥിതി സുഖവും ശാന്തിയുമാകുന്ന സ്വധർമ്മത്തിൽ എന്നെ സഹജമായി സ്ഥിതി ചെയ്യിക്കുന്നു. ബിന്ദുരൂപമായ ഞാൻ ശാന്തിധാമമാകുന്ന എൻ്റെ സ്വഗ്രഹത്തിൽ സഹജമായി സ്ഥിതി ചെയ്യുന്നു. ശീതളമായ ഒരു സ്ഥാനത്തിരിക്കവേ ശീതളതയുടെ അനുഭവം സ്വതവേ ഉണ്ടാകുന്നത് പോലെ ഈ ശാന്തിധാമത്തിൽ ശാന്തിസാഗരനായ ബാബയുടെ സമീപത്ത് ഈ ഒന്നിൻ്റെ മാത്രം ഓർമ്മയിൽ മഗ്നമായിരിക്കുമ്പോൾ ഗഹനമായ ശാന്തിയുടെ, ആത്മശാന്തിയുടെ അനുഭവം എനിക്ക് പ്രാപ്തമാവുകയാണ്. ബിന്ദുരൂപനായ ബാബയുടെ ഓർമ്മ എന്നിൽ ഉൾക്കൊള്ളപ്പെട്ടിരിക്കുന്നു. ശാന്തിധാമത്തിൽ ശാന്തിയുടെ സാഗരനായ ബാബയുമായി ഇങ്ങനെ കമ്പൈൻഡ് സ്വരൂപമായിരുന്ന ഞാൻ ഇപ്പോൾ വിശ്വത്തിലേക്ക് ഈ അനുപമമായ ശാന്തിയുടെ
പ്രകാശബീജികൾ വ്യാപിപ്പിക്കുകയാണ്.